തിന്മ പ്രവർത്തിക്കുന്നവർ ഭൂമിയിൽ തഴച്ച് വളരുന്നു. ദുഷ്ടന്മാർ പന പോലെ വളരുന്നു. എന്നാൽ നന്മ പ്രവർത്തിക്കുന്നവരും ശുദ്ധഹൃദയരുമായ മനുഷ്യർ ഏറെ വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നന്മ പ്രവർത്തിക്കുന്നവർ ധാരാളം വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കുന്നത്? ഒരു വൈരുദ്ധ്യാത്മകമായ സമീപനം നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം. പത്താമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം നമ്മുടെ ഹൃദയങ്ങളെ ഏറെ സ്പർശിക്കുന്ന ഒരു വാക്യമാണ്. സങ്കീർത്തനക്കാരന്റെ രോദന ശബ്ദം നമുക്കിവിടെ മുഴങ്ങിക്കേൾക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞ് കളയുന്നതുമെന്ത്? വേദനയുടെ, വ്യഥയുടെ, കഷ്ടതകളുടെ, അസ്വസ്ഥതകളുടെ കാലത്ത് ദൈവമേ, നീ എന്തുകൊണ്ടാണ് അങ്ങ് ദൂരെ മാറി നിൽക്കുന്നത്? മനസ്സ് വിഷണ്ണമാകുമ്പോൾ, ആകുലതകൾ വട്ടമിട്ട് പറക്കുമ്പോൾ, ജീവിതത്തിൽ നൈരാശ്യം കാർമേഘം പോലെ ഞങ്ങളെ മൂടുമ്പോൾ, ദൈവമേ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ മറന്ന് കളയുന്നത്? എത്ര അർത്ഥപൂർണമായ ചോദ്യമാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുന്നത്. ഒരു പക്ഷേ സങ്കീർത്തനക്കാരന് മുമ്പ് തന്നെ പല മനുഷ്യരും ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം. സങ്കീർത്തനക്കാരൻ ഈ വരികൾ രചിച്ചതിന് ശേഷവും അനേകം പേർ ഇതേ ചോദ്യം പലപ്പോഴും ആവർത്തിച്ച് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം. ദുഷ്ടത ഭൂമിയിൽ തഴച്ച് വളരുമ്പോഴും, തിന്മ ഈ ഭൂമിയെ ഗ്രസിക്കുമ്പോഴും ആകുലപ്പെട്ട മനസ്സോടുകൂടിയാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കുന്നത്. യഹോവേ, നീ കഷ്ടകാലത്ത് ദൂരെ മാറി നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു നിൽക്കുന്നതുമെന്ത്? ഈ വാക്യത്തിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില സത്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ദുഷ്ടരെ ദൈവം നശിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് തിന്മ പ്രവർത്തിക്കുന്നവർ നശിക്കപ്പെടാതെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്? അതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നീതിമാന്മാർക്ക് ഈ ലോകത്തിൽ പ്രതിഫലം കിട്ടാതെ പോകുന്നത്? ദൈവ വഴിയിൽ നടന്നിട്ടും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ശോധനകളും കഷ്ടതകളും ഒരു വിശ്വാസിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്? 73-ാമത്തെ സങ്കീർത്തനത്തിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു വേദഭാഗം നമുക്കവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ അവിടെ പറയുകയാണ്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട്
എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാർക്കാകട്ടെ യാതൊരു വേദനയുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ കഷ്ടതയും അവർ അനുഭവിക്കുന്നില്ല. അവർ ഡംബം മാലയായി ധരിച്ചിരിക്കുന്നു. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് ഇതാ സമ്പത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ നീതിമാൻ കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും തകർച്ചകളിലൂടെയും കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് തിന്മ പ്രവർത്തിക്കുന്നവർ, ദുഷ്ടന്മാർ പന പോലെ വളരുന്നത്, സൗഖ്യത്തോടെ നിലനിൽക്കുന്നത്? നീതിമാർഗത്തിൽ നടക്കുന്നവർ വേദനകളിലൂടെ, കണ്ണീർ താഴ്വരകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഈ സങ്കീർത്തന വാക്യത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ഭാഷ്യം നമുക്കവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതിലെ ന്യായാധിപന്മാരുടെ മുഖം അവർ മൂടിക്കളയുന്നു. അത് അവനല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാകുന്നു എന്ന് ഇയ്യോബ് ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ 4 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വളരെ വലിയൊരു പട്ടിക നിരത്തി വെക്കുന്നുണ്ട്. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് നല്ല വാർദ്ധക്യം പ്രാപിക്കുന്നു. അവർക്ക് അനുദിനം ബലം വർദ്ധിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായി കഴിയുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നുമില്ല. അവർ തപ്പോടും കിന്നരത്തോടും കൂടെ ആർത്ത് ഘോഷിക്കുകയാണ്. ദുഷ്ടന്മാരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ എത്രത്തോളം ആനന്ദകരമാണെന്ന് ചോദിക്കുകയാണ്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയും ഇതേ രീതിയിലുള്ള വലിയ ദീനരോദനം നാം കേൾക്കുകയാണ്. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നെ വിളിച്ച് അപേക്ഷിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ഇതാ കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. അങ്ങിങ്ങായി കലഹങ്ങളും ശണ്ഠയും അരങ്ങേറുന്നു. ഒരിടത്തും നീതിയും ന്യായവും വെളിപ്പെടുന്നതുമില്ല. ദുഷ്ടന്മാരാകട്ടെ നീതിമാന്മാരെ വളഞ്ഞിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ജീവിതത്തിന്റെ സുഖാവസ്ഥയെയും നീതിമാന്മാരുടെ ജീവിതത്തിലെ കഷ്ടതകളെയും കുറിച്ചാണ് ഇവിടെ വലിയ ദീനരോദനം നാം കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ദുഷ്ടന്മാർ നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു. നീതിമാന്മാർ അനുദിനം വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ദൈവമേ, നീ ഇത് കാണുന്നില്ലേ എന്നാണ് ഈ വാക്യങ്ങളിലെല്ലാം നാം കേട്ടത്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കും ഈ ദീനരോദനങ്ങൾക്കും ദൈവത്തിന്റെ വചനം വ്യക്തമായി ഉത്തരം നൽകുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന്റെ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെന്ന് വചനം നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരികയാണ്. 103-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവ കരുണയും ദയവും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവും ഉള്ളവൻ തന്നെ. 2 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ സകലരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ എന്നുള്ളൂ. ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതി അതാണ്. ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത് ദുഷ്ടതയിൽ നിന്ന് നിങ്ങൾ ശിഷ്ടതയിലേക്ക് മാനസാന്തരപ്പെടുവാനുള്ള സാവകാശത്തിനു വേണ്ടിയാണ്.
നിങ്ങളിൽ നിന്ന് ഒരു രൂപാന്തരീകരണം ദൈവം ആഗ്രഹിക്കുന്നു. തിന്മയിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നന്മയിലേക്ക് ഒരു പരിവർത്തനം ദൈവം നിങ്ങളിൽ കാണുന്നു. അതിനായി അവൻ നിങ്ങളോട് ദീർഘക്ഷമയോടുകൂടെ ഇടപെടുന്നു. അതുകൊണ്ടാണ് ദുഷ്ടന്മാർ വളർന്നും ശിഷ്ടന്മാർ തളർന്നും പോകുന്നത്. ദൈവം ദുഷ്ടന്മാരെ ഈ ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്തിരുന്നു എങ്കിൽ തർശീശിലെ ശൗൽ ഒരിക്കലും അപ്പോസ്തലനായ പൗലോസായി രൂപാന്തരപ്പെടുമായിരുന്നില്ല. കർത്താവിന്റെ ദിവ്യമായ സുവിശേഷം ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തപ്പെടുമായിരുന്നില്ല. വ്യത്യസ്ത സഭകൾക്ക് ഇത്രമാത്രം ലേഖനങ്ങൾ ചമയ്ക്കപ്പെടുമായിരുന്നില്ല. ലോകത്തിന്റെ മുന്നിൽ സഭയുടെ ശില്പിയായി പൗലോസ്ലീഹായെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ തർശീശിലെ ശൗലിനോട് ദൈവം കാണിച്ച മഹാകരുണയും മഹാദയവും അവനെ ഒരു പുതിയ മനുഷ്യനായി വ്യത്യാസപ്പെടുത്തുകയാണ്. നശീകരണത്തിന്റെ വക്താവായിരുന്ന ശൗൽ, ദുഷ്ടതയുടെയും തിന്മയുടെയും മൂർത്തിമത് രൂപമായിരുന്ന ശൗൽ, കർത്താവിന്റെ ദിവ്യ സുവിശേഷത്തിന്റെ വക്താവായി ഈ ലോകത്ത് സാക്ഷ്യപത്രമായി നിലനിൽക്കുവാൻ ദൈവം അവനോട് കാണിച്ച മഹാകരുണയും മഹാദയവും മുഖാന്തിരമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ദുഷ്ടന്മാരോട് കോപിക്കാതെ അവരെ നന്മയിലേക്ക് വളർത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വലിയ മനസ്സ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുഷ്ടന്മാർ അനുഭവിക്കുന്ന സന്തോഷം താൽക്കാലികമാണെന്നും ഒരു അനുതാപമുള്ള ഹൃദയം അവരിൽ ഉണ്ടാകുവാൻ ദൈവം അവരോട് ദീർഘക്ഷമ കാണിക്കുകയാണെന്നും നാം തിരിച്ചറിയുക. നീതിമാൻ നീതിമാർഗത്തിൽ നടക്കുന്നത് കൊണ്ട് അവന്റെ പരീക്ഷകളും പ്രലോഭനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവനെ കൂടുതൽ വിശ്വാസത്തിൽ ബലപ്പെടുത്താനാണെന്ന് കൂടെ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദുഷ്ടന്മാരെ കുറിച്ച് അസൂയപ്പെടാതെ, പരിഭവിക്കാതെ, അവരുടെ വളർച്ചയിൽ ആകുലപ്പെടാതെ നീ നീതി പ്രവർത്തിച്ച് ദൈവത്തിന്റെ കർത്തൃ കൽപ്പനകളിൽ ന്യായം ആചരിക്കുവാൻ ഉത്സാഹിക്കുക എന്ന് വചനം നമ്മോട് പറയുകയാണ്. കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ ഉത്തമ സാക്ഷികളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാഠമാണച്ഛൻ, ആരും ഗ്രഹിക്കാത്ത ഗ്രന്ഥമാണച്ഛൻ. പരിഭാഷയെല്ലാം ഒരുപോലിരിക്കുന്ന പാരിലെ പുസ്തകമെന്നുമച്ഛൻ. കരവും കടങ്ങളും ഒറ്റയ്ക്കടച്ചിട്ടും പറ്റുകുറിക്കാത്ത പുസ്തകമച്ഛൻ. വറ്റിനായി ഓടി നടന്നവസാനം അധികപ്പറ്റായി മാറും പുരാണമച്ഛൻ. വറ്റിനായി ഓടി നടന്നവസാനം അധികപ്പറ്റായി മാറും പുരാണമച്ഛൻ. ാത്ത പാഠമാണച്ഛൻ, ആരും ഗ്രഹിക്കാത്ത ഗ്രന്ഥമാണച്ഛൻ. പരിഭാഷയെല്ലാം ഒരുപോലിരിക്കുന്ന പാരിലെ പുസ്തകമെന്നുമച്ഛൻ. കരവും കടങ്ങളും ഒറ്റയ്ക്കടച്ചിട്ടും പറ്റുകുറിക്കാത്ത